ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മാർച്ച് മാസത്തിലെ അത്ഭുതങ്ങൾ. പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മാർച്ച് മാസം ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ഈ 4-ാം തീയതി തന്നെ അവിടുത്തെ ആശീർവാദങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മാർച്ച് മാസത്തിൽ പുതിയ വളർച്ചയുണ്ടാകട്ടെ, ന്യൂ ഗ്രോത്ത്. പുതിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ, ഒരു ന്യൂ ഗ്രോത്ത്, സഫലതയുണ്ടാകട്ടെ, സക്സസ്. മാർച്ച് മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സഫലമായി തീരട്ടെ, ഫലപുഷ്ടി ഉണ്ടാകട്ടെ, ഫ്രൂട്ട്ഫുൾ. ലഭ്യമാകുന്ന ആ നന്മകൾ അത് ഫലപുഷ്ടിയുടെ ഒരടയാളമാകും, ഫലസമൃദ്ധിയുടെ ഒരടയാളമാകും. അങ്ങനെ ഒരു നിറവിനെ പരിശുദ്ധാത്മാവ് നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്ന മാസമായി തീരട്ടെ മാർച്ച് മാസം. പുതിയ കാര്യങ്ങൾ, ന്യൂ കോൺക്വസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. യഥാർത്ഥത്തിൽ മാർച്ച് എന്ന വാക്കിന് ഇംഗ്ലീഷിലുള്ള ഒരർത്ഥം മാർച്ചിങ്. സൈന്യം അവർ പടനീക്കം നടത്തുന്ന സന്ദർഭത്തിൽ അവർ പടയാളികൾ മാർച്ച് ചെയ്തു പോകുന്നത് പോലെ ഇതൊരു ക്രമത്തിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു നല്ല മാസമായി തീരട്ടെ 2024 മാർച്ച് മാസം. 50-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, അവിടെ നമ്മുടെ വലിയവനാകുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. മാസങ്ങൾ, സമയം, വർഷം, സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി അസ്തമിക്കുന്നത് വരെയുള്ള മണിക്കൂറുകൾ, ഇതെല്ലാം യഹോവയാകുന്ന ദൈവത്തിൻ്റെ കരത്തിലാകുന്നു. അവിടുന്ന് ആ ദിനങ്ങളെയും ആ മണിക്കൂറുകളെയും ആഴ്ചകളെയും മാസങ്ങളെയും എല്ലാം അവിടുത്തെ ആശീർവാദം കൊണ്ട് നിറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യഹോവയാകുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ വാക്കുകൾ കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും വളരെ സഫലതയുടെ മാസമായി തീരുവാൻ പോകുന്നു. ഈ പ്രാവശ്യം മാർച്ച് മാസത്തിലാണ് ഈസ്റ്റർ സൺഡേ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായറാഴ്ച മാർച്ച് മാസത്തിലാകുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം കൂടെ ലഭിക്കുവാൻ പോകുന്നു. മാർച്ച് 31-ാം തീയതി ഞായറാഴ്ച അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സൺഡേ ആകുന്നു. പൊതുവിൽ അങ്ങനെ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങളിൽ, ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മാസം കൂടിയാണ്. അനേകം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ജീവൻ പ്രാപിക്കുകയില്ല എന്ന് കരുതിയത്, അവിടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കുവാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുന്നമേ നമ്മുടെ കർത്താവാകുന്ന യേശു പിശാചിനെയും മരണത്തെയും പാതാളത്തെയും തകർത്ത് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുവാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ ഇതുവരെയും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, മാർച്ച് മാസം 4-ാം തീയതി തന്നെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. യേശുവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാനങ്ങയെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. യേശു
ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആമേൻ. മാർച്ച് മാസത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ എക്സാംസ് നടക്കുകയാണ് പല സ്ഥലങ്ങളിലും. കേരളത്തിൽ മാർച്ച് മാസത്തിൽ അനേകരുടെ എക്സാംസ് +1, +2, 10ാം ക്ലാസ്, അങ്ങനെ എക്സാംസ് സ്കൂൾ ലെവൽസിലെല്ലാം എക്സാംസ് നടക്കുന്നു. കോളേജ് ലെവലിൽ വരുമ്പോൾ ചിലപ്പോൾ ഏപ്രിലും മെയിലും ഒക്കെ ആയിരിക്കും. എന്നാൽ മാർച്ച് മാസത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ എക്സാംസ് നടക്കുകയാണ്. വടക്കേ ഇന്ത്യയിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെയും മാർച്ച് മാസത്തിൽ എക്സാംസ് ഉണ്ട് എന്നാണ്. എക്സാംസ് നടക്കുന്നു. എക്സാം എഴുതുവാൻ വേണ്ടിയുള്ള ഒരു വിദ്യാർത്ഥിയാണ് താങ്കൾ എങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ദൈവികമാകുന്ന ഒരു ആശീർവാദം ഈ പ്രാവശ്യത്തെ എക്സാംസിലേക്ക് കർത്താവ് അയക്കുകയാണ്. മാതാപിതാക്കളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി തരും. കുഞ്ഞുങ്ങളെ ഓർത്തൊരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. തിമോത്തിയോസ് തൻ്റെ യൗവനത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് തന്നെ ശുശ്രൂഷയിലായിരുന്നുവല്ലോ. ആ സമയത്ത് ജ്യേഷ്ഠ സഹോദരനാകുന്ന പൗലോസ് എന്താണ് തിമോത്തിയോസിന് വേണ്ടി ചെയ്യുന്നത്? 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട്. കണ്ടോ, രാവും പകലും തിമോത്തിയോസിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. വ്യാകുലത അനുവദിക്കരുത്. പകരം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. എക്സാമിന് വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചവരെ അയക്കുക. കുഞ്ഞുങ്ങളോടും പറയുക, അവരെ എക്സാം ഹാളിൽ കയറി ആ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്ന സന്ദർഭത്തിൽ എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആദ്യം പ്രാർത്ഥിക്കണം. ഒരു 30 സെക്കൻഡ്സ് അല്ലെ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഇരുന്നുകൊണ്ട്, കർത്താവേ, അങ്ങിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഈ എക്സാം എഴുതുവാൻ തുടങ്ങുന്നു. എനിക്ക് നല്ല വിജയം നൽകി തരണമേ, നല്ലതുപോലെ എഴുതുവാൻ എന്നെ സഹായിക്കണമെന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എഴുതുവാൻ ആരംഭിക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഉത്തരം അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരട്ടെ. മാത്രമല്ല, നിങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. മാതാപിതാക്കൾക്ക് ഇങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, കർത്താവെ, എക്സാംസിൽ സഹായിക്കുന്ന ദൂതന്മാരെ എൻ്റെ മക്കളുടെ കൂടെ അയക്കണമേ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ എക്സാമിന് പോകുന്നതിന് മുൻപ് എപ്പോഴും അവർ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ആ പ്രാർത്ഥിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, എക്സാമിന് സഹായിക്കുന്ന ദൂതന്മാരെ അവരുടെ കൂടെ അയക്കണമേ എന്ന്. ആ ദൂതന്മാരുടെ ശുശ്രൂഷ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് മൊബൈൽ ഫോൺസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുവാൻ സാധ്യതയുണ്ട്. അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ അവർ പഠിക്കുന്ന കാര്യത്തിൽ ഏകാഗ്രതയുള്ളവരാകുവാനും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമൊക്കെ അവിടെയും ഏഞ്ചലിക് മിനിസ്ട്രിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഏഞ്ചൽസിനോട് നമുക്ക് ആവശ്യപ്പെടുവാൻ കഴിയും. പിതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ഏഞ്ചൽസിൻ്റെ ശുശ്രൂഷ അവിടെ ലഭിക്കണമേ എന്ന്. ഏകാഗ്രത ലഭിക്കും. പഠിക്കുന്ന കാര്യം ഹൃദയത്തിൽ പതിയുവാൻ ആ ഏഞ്ചലിക് മിനിസ്ട്രി സഹായകരമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. എക്സാം ഹാളിൽ എക്സാം എഴുതുവാൻ പോകുമ്പോൾ ആ ഹാളിൽ അവിടെയും നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഹെൽപ്പ് ലഭിക്കും. മാതാപിതാക്കൾ വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതോടെ നിശ്ചയം അവർ എക്സാം ഇപ്പോൾ 12ാം ക്ലാസ്സൊക്കെ കഴിയുന്നവർ ഓരോ ഭാഗങ്ങളിലേക്ക് അവർ തിരിയുകയാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ മതി. പണ്ട് കാലത്താണെങ്കിൽ എൻജിനീയർ, ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രമേ സാധാരണ പോകുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു നല്ല നിലയിൽ പോകണമെങ്കിൽ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ മേഖലയാണ് പലരും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 100 കണക്കിന് അതേപോലെയുള്ള അതിലും മെച്ചമായിട്ടുള്ള നിലവാരത്തിലുള്ള സാധ്യതകളുണ്ട്. ഞാനൊരു കുട്ടിയോട് സംസാരിക്കായിരുന്നു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണമെന്ന് പറഞ്ഞു. ഞാനോട് ചോദിച്ചു, നിനക്ക് 12ാം ക്ലാസ്സിൽ എത്ര ശതമാനം മാർക്കുണ്ട്? 80%. ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തി. 80% നിനക്കുള്ളൂ എങ്കിൽ നീ
മെഡിക്കൽ സൈഡ് ഡോക്ടറാകാൻ വേണ്ടി നീ പോകണ്ട. ഈ മെഡിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കൂർമ്മ ബുദ്ധി തന്നെ നമുക്ക് ആവശ്യമാണ്. അവിടെ കർത്താവിനോട് ഇങ്ങനെ പറയരുത്, കർത്താവ് എനിക്ക് 60% മാർക്കേ ഉള്ളൂ, എനിക്ക് പഠിക്കാനൊന്നും വലിയ കഴിവൊന്നുമില്ല, ഞാൻ അധികം പഠിക്കാറുമില്ല, എന്നാൽ എനിക്ക് MBBS നല്ല വിജയം തരണമെന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഫലവത്താകത്തില്ല. ദൈവം ഓരോരുത്തരെക്കുറിച്ചും ഓരോ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ ഡോക്ടറാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുന്നത് നല്ല ബുദ്ധിശക്തി, 96-97% ഒക്കെ മാർക്ക് അല്ലെങ്കിൽ 95% ഒക്കെ മാർക്സ് സ്കോർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ബുദ്ധിശക്തി കർത്താവ് നിനക്ക് നൽകിത്തരും. 80% ഉള്ള നിന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു ബിസിനസ് തന്നെ ആരംഭിക്കാൻ ദൈവം അവളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ സ്കൂൾസ് തുടങ്ങാൻ അതേപോലെയുള്ള മേഖലയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ട്രെയിൻ ചെയ്യുവാൻ. ഇന്നത്തെ കാലത്ത് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്, ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഡോക്ടറാകാൻ വേണ്ടി വന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, 80% ആകുന്നുവെങ്കിൽ നീ ഡോക്ടറാകാൻ വേണ്ടി അതിനുവേണ്ടി നീ ശ്രമിക്കാതെ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ MBBS കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി പോകണം. വിദേശ രാജ്യത്തോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ US ആണെന്നുണ്ടെങ്കിൽ അവർ മെഡിക്കലിന് കയറി കഴിഞ്ഞാൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മൊത്തം തീർത്താണ് അവർ പുറത്തിറങ്ങുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ MBBS 5 വർഷം പഠിച്ചിട്ട് പിന്നാണ് ഹൗസ് സർജൻസ് കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷം പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം, എങ്കിൽ മാത്രമേ ഒരു ഡോക്ടറാകത്തുള്ളൂ. കേവലം MBBS ആണെന്നുണ്ടെങ്കിൽ ജീവിതം പോയി. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരുകയാണ്, എഡ്യൂക്കേഷൻ സെക്ടറിലേക്കുള്ള കർത്താവ് തിരിച്ചുവിടുവാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ പർപ്പസാണ്. ഓരോരുത്തരും ദൈവത്തിൻ്റെ പർപ്പസുകൾ തിരിച്ചറിഞ്ഞ് ആ പർപ്പസുകൾക്ക് അനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിവുള്ള നിങ്ങളെക്കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മേഖലയിലേക്ക് അവിടുന്ന് തിരിച്ചുവിടും. ആമേൻ. നിങ്ങളിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കേണ്ടവരായിരിക്കും. അതിനുവേണ്ടിയുള്ളൊരു അഭിഷേകമാണ് നിങ്ങളുടെ മേലുള്ളത് എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആ മേഖലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മോനെ കണ്ട്, അവൻ ഇംഗ്ലണ്ടിലായിരുന്നു, UK-യിൽ അവൻ പഠിച്ചതിന് ശേഷം 2 വർഷം പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവൻ ശ്രമിച്ചിട്ട് അവന് നല്ല ജോലി ലഭിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ തിരിച്ചു പോന്നു. അവനവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ബോധ്യം കൊടുത്തു, എടാ UK അല്ല ജീവിതത്തിൽ എല്ലാമല്ല, നീ പഠിച്ചില്ലേ, നീ 2 വർഷം ഇവിടെ നിന്നില്ലേ, അപ്പോൾ നിൻ്റെ വിസ കാലാവധി തീരുന്നതിന് മുന്നമേ നീ ഓവർ സ്റ്റേ ചെയ്യാതെ നേരെ തിരിച്ച് മടങ്ങിപ്പോകാൻ പറഞ്ഞു. അവൻ ധൈര്യത്തോടുകൂടെ തിരിച്ച് മടങ്ങി വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചു. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ആ ധൈര്യം അദ്ദേഹം കാണിച്ചല്ലോ, ആ വിദ്യാർത്ഥി കാണിച്ചല്ലോ. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നല്ല ജോലി ലഭിച്ചില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ അത്രയധികം ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിൽ അത് നല്ലതല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നതോടുകൂടെ ആ മോൻ മടങ്ങി വരികയുണ്ടായി. അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം. എല്ലാവരും UK-യിലും എല്ലാവരും ജർമ്മനിയിലും എല്ലാവരും US-ലും പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ തലമുറ വേണ്ടേ? ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, വേല ചെയ്യുവാൻ പൂർണ്ണസമയം മാത്രമല്ലല്ലോ, ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ ചിലരെ ആവശ്യമാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഉദ്ദേശവും ഹിതവും മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക. ഈ എക്സാം സമയത്ത് കുട്ടികളുടെ മേൽ വലിയ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകട്ടെ, ആശീർവാദമുണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:17 നമുക്കറിയാം, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ അയക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഈ സമയത്ത് ഏറ്റവും ആവശ്യമുള്ളത് ഇതാണ്, നമ്മുടെ മക്കളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഒത്തിരി കുട്ടികൾ ഈ ഫോണിനും മറ്റും അടിമകളായി തീർന്നിട്ട്, പ്രത്യേകിച്ചും ഇതിനകത്ത് ഈ പോണോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമകളായി തീർന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയാണ്. ലൈംഗിക പാപങ്ങൾ നല്ല ശതമാനം കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആ കുരുക്കുകളിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ഫോൺ അഡിക്ഷൻ, ഫോണോഗ്രാഫി അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് പെടരുത്. വല്ലാത്ത കുരുക്കാണ്.
അത് ചെന്നപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകമുള്ള ആരെങ്കിലുമായിട്ട് ഒന്നിച്ചിരുന്ന് രഹസ്യം സൂക്ഷിക്കുന്നവർ, നിങ്ങളുടെ രഹസ്യം മറ്റുള്ളവരോട് പറയാത്ത ആരെങ്കിലുമായിട്ട് ഒരുമിച്ചിരുന്ന് അതിൽ നിന്ന് പുറത്തു വരണം. എൻ്റെ അരികിൽ പലരാണ് എന്നെ വിളിച്ചിട്ട് അവരുടെ നിലവിളി പറയുന്നത്, ഇപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, നിർത്താൻ കഴിയുന്നില്ല, എനിക്കിപ്പോൾ 45 വയസ്സായി, 45 ഇയേഴ്സ്, 45 വയസ്സായി, എനിക്കിപ്പോഴും നിർത്താൻ കഴിയുന്നില്ല. ചെറുപ്പത്തിലെങ്ങാണ്ട് തുടങ്ങിയതാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നമേ തുടങ്ങിയതാണ്, നിർത്താൻ കഴിയുന്നില്ല. അഡിക്ഷനായിപ്പോയി. അഡിക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനെ പിശാച് ഹൈജാക്ക് ചെയ്യുകയാണ്, അഡിക്ഷൻ ഹൈജാക്ക് ചെയ്യുകയാണ്. പിന്നെ സിസ്റ്റത്തെ മടക്കി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിന് ഒത്തിരി വളരെ ദൈവികമാകുന്ന വലിയ സഹായം ആവശ്യമാണ്. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കർത്താവിന് അവിടെ വിടുതൽ നൽകി തരുവാൻ കഴിയും. അല്ലാത്തവരുടെ കാര്യത്തിൽ അങ്ങനൊരു അത്ഭുതം അവർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സഹായം, മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്, മെൻറ്റേഴ്സിൻ്റെ സഹായം ആവശ്യമാണ്, ഈ മേഖലയിൽ പരിചിതരാകുന്ന വ്യക്തികളുടെ സഹായം ആവശ്യമാണ്. സോ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തോട് ആത്മാർത്ഥത കാണിക്കുക, എക്യുപ്മെൻ്റ് അഡിക്ഷൻസിലേക്ക് പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയെ, ഒരു യൗവനക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നോ ഫേസ്ബുക്ക്, നോ ഇൻസ്റ്റഗ്രാം, നോ, അങ്ങനെയുള്ള യാതൊരു കാര്യവും എനിക്കില്ല. ഞാൻ അത്ഭുതപ്പെട്ടു, ഇന്നത്തെ സമയത്തും ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ? ഇന്നത്തെ സമയത്ത് ഫേസ്ബുക്കിൽ അംഗമല്ലാത്ത, ഇൻസ്റ്റഗ്രാമിൽ അംഗമല്ലാത്ത അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടോ? നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഞങ്ങൾ ഈ മാധ്യമത്തെ ഉപയോഗിക്കുന്നത് ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശിക്ഷണങ്ങളിലേക്ക് കൊണ്ടുവരും, ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഡിസിപ്ലിൻഡ് ആകണം, ജീവിതം ഡിസിപ്ലിൻഡ് ആകണം. ഡിസിപ്ലിൻ എന്ന വാക്കിൽ നിന്നാണ് ഡിസൈപ്പിൾ എന്ന വാക്ക് വരുന്നത്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഡിസൈപ്പിളായി തീരുവാൻ കഴിയത്തുള്ളൂ. ശരിയായ സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ എൻ്റെ mid-20s യേശുവുമായിട്ടുള്ളൊരു സമർപ്പണത്തിലേക്ക് വരുന്നത്. അതുതന്നെ ലേറ്റായിപ്പോയി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15-ാമത്തെ വയസ്സിലേക്ക് അടുത്ത ബന്ധത്തിലേക്ക് വരാൻ കഴിയുമായിരുന്നു, എന്നാൽ അത് മിസ്സായിപ്പോയി. mid-20s എത്തിയപ്പോഴാണ് ഞാൻ കർത്താവുമായിട്ടുള്ളൊരു അടുത്ത ബന്ധത്തിൽ വന്നത്. അന്ന് ഡെവലപ്പ് ചെയ്ത, അന്ന് വളർത്തിയെടുത്ത ചില സ്വഭാവങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ സ്വഭാവം. ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുക എന്നത് അന്ന് വളർത്തിയെടുത്തു. ഇപ്പോൾ 32 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ വളർത്തിയെടുത്ത ഗുണമേന്മകൾ ഇന്നും നിലനിൽക്കുന്നു. വിശേഷിച്ച് പ്രാർത്ഥനാ ജീവിതം ഇന്നും നിലനിൽക്കുകയാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ വളർത്തിയെടുക്കുക, വായനാശീലം വളർത്തിയെടുക്കുക, ബൈബിൾ ധാരാളമായി വായിക്കുക, ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം, ഒരു വലിയ ഉയർച്ചയെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുന്നു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഇനിയൊരു വാക്യം ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ഈ വാക്യം എല്ലാ മാതാപിതാക്കളും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് എഴുതി വയ്ക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായം, അതിൻ്റെ 21-ാമത്തെ വാക്യം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. ഇത് ഇസ്രായേലിനുള്ള ഒരു പ്രോമിസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്കത് ക്ലെയിം ചെയ്യാൻ കഴിയും. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഉടമ്പടിയോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ വായിക്കട്ടെ. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ MK വർഗീസാണ് ദൈവവചനം പ്രഘോഷിച്ചു തുടങ്ങിയത്. ഈ വചനം അതുപോലെ തന്നെ പ്രായോഗികമായില്ലേ. എൻ്റെ പിതാവ് NV സാമുവേൽ പാസ്റ്ററായി തീർന്നു, ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. ഞാൻ എൻ്റെ തലമുറയിൽ ദൈവവചനം പ്രസംഗിക്കുന്നു. ഞങ്ങളിപ്പോൾ 3 തലമുറയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 3 തലമുറയായിട്ട് നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല.
ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അതേപോലെ യാഥാർത്ഥ്യമായി തീർന്നു എങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനം യാഥാർത്ഥ്യമായി തീരാൻ പോകുന്നു. നിങ്ങളുടെ വായിൽ നിന്നും, വായിൽ ദൈവവചനം വേണം, ഹൃദയത്തിലും വായിലും ദൈവത്തിൻ്റെ വചനം വേണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകണം, ആത്മപകർച്ച നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, നിങ്ങളുടെ വായിൽ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വായിൽ നിന്നും, നിങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും, നിങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ എന്നേക്കും അത് വിട്ടുപോകുകയില്ല, മാറിപ്പോകുകയില്ല, എന്നേക്കും അത് തുടരും. അവരുടെ മേൽ ആത്മപകർച്ച, അവരുടെ മേൽ ദൈവവചനത്തിൻ്റെ ശക്തി. വാ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ആമേൻ. എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഇപ്പോൾ വന്നു വീഴട്ടെ. ദൂതന്മാരുടെ സഹായം അവർക്ക് ലഭിക്കട്ടെ. അവരുടെ എക്സാമിൽ ഏറ്റവും നല്ല വിജയം അവർക്ക് ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രെയർ ആകുന്നു. ഇത് പുതിയ കാര്യങ്ങളുടെ തുടക്കത്തിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു മാസം കൂടിയാകുന്നല്ലോ. ഏപ്രിൽ ആകുമ്പോഴേക്കും നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ വിൻ്റർ അങ്ങോട്ട് തീരാൻ പോവുകയാണ്. വിൻ്റർ തീർന്ന് സ്പ്രിങ് തുടങ്ങാൻ സമയമായി വരികയാണ്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കത്തിനു വേണ്ടിയുള്ള നാളുകൾ അടുത്തു വരുമ്പോൾ അതിന് തക്കവണ്ണമായി പ്രാർത്ഥനയിൽ ധാരാളം സമയം ചിലവഴിക്കണം. ഈ മാസത്തിൻ്റെ ആരംഭ ആഴ്ചകളിലൊക്കെ ധാരാളം സമയം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ചിലവഴിക്കുവാൻ കഴിയുമെങ്കിൽ മനഃപൂർവ്വമായിട്ട് സമയം കണ്ടെത്തുക. ധാരാളം സമയം പ്രാർത്ഥിക്കുക. 2 മണിക്കൂർ, 3 മണിക്കൂർ, രാവിലെ എഴുന്നേൽക്കുക. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക. അല്പം നേരത്തെ കിടക്കുക. നമ്മുടെ ഇന്നത്തെ ജീവിത രീതികളുടെ ഭാഗമായിട്ട് ലേറ്റായിട്ട് കിടന്ന് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനൊക്കെ ഒരു ഇച്ചിരി മാറ്റം വരുത്തുക. പ്രഭാത സമയത്തിലെ പ്രാർത്ഥന വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് രാത്രിയിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ സൗകര്യപ്രദമാകുന്ന സമയം കണ്ടെത്തുക. ഞാൻ അതിൻ്റെ മേൽ ഒരു നിർദ്ദേശം വയ്ക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഓരോരുത്തർ പിന്തുടരുന്ന കാര്യങ്ങളല്ലേ പറയാൻ കഴിയുന്നത്. ഞാൻ പിന്തുടരുന്നൊരു കാര്യമാണ്, എനിക്ക് ഈ പ്രഭാത സമയത്തിലെ പ്രാർത്ഥന വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശീലനമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രഭാത സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ സമയം കണ്ടെത്തണമെന്ന് മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് തന്നെ നിങ്ങൾ അതിൽ തന്നെ തുടരുക. എന്നാൽ ഒരു കാര്യം, ധാരാളം സമയം, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ, അങ്ങനെ ധാരാളം സമയം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം, രാവിലെ പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭ ആഴ്ചകളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയാണ് എങ്കിൽ ചില പുതിയ തുടക്കങ്ങളെ കർത്താവ് മുൻപിൽ കൊണ്ടുവരുവാൻ പോകുന്നു. സ്റ്റാർട്ട് ഡൂയിങ് ന്യൂ തിങ്സ്. സ്പിരിച്വലായിട്ടും പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുക. ചില ബൈബിൾ പോർഷൻസ് എഴുതി വച്ചിട്ട് അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ ചില പുതിയ കാര്യങ്ങൾ, ആത്മീക മേഖലയിലും പുതിയ കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ ഒരു പുതുമ, വചനത്തിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ ഒരു പുതുമ. സ്റ്റാർട്ട് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ആ വ്യക്തി പറഞ്ഞു, ഒരു ടീച്ചറായിരുന്നു, എന്നാൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവേ, ഒരു പുതിയ കാര്യം തുടങ്ങുവാൻ വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന, അവൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളിലേക്ക് അവളെ കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് ചില ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതായിരിക്കും. ഒരാളെക്കുറിച്ച് എന്നോട് ഒരാൾ നിർദ്ദേശിക്കുകയായിരുന്നു, നല്ല പോലെ കുക്ക് ചെയ്യാൻ കഴിയുന്നു, അച്ചാറുകൾ കുക്ക് ചെയ്യാൻ നല്ലതുപോലെ കഴിയുന്നു. അപ്പം ഈ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ എന്നോട് സംസാരിച്ച ആൾ പറയായിരുന്നു, ഈ ആളിന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുവാൻ കഴിയുമല്ലോ, അത് ചെറിയ നിലയിലൊന്ന് സെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരിചയമുള്ളവർക്കൊക്കെ കൊടുത്താൽ മതി, അതൊരു ഇൻകം ജനറേറ്റിംഗ് ആയി തീരത്തില്ലേ. സ്റ്റാർട്ട് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ മാർച്ച് മാസത്തിൽ കർത്താവ് നിങ്ങൾക്കതിനുള്ള പ്രത്യേകമാകുന്ന പ്രാപ്തി നൽകി തരുവാൻ പോകുകയാണ്. ധാരാളം പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയുള്ള ജ്ഞാനം നൽകിത്തരും. ചെറിയ കാര്യങ്ങളായിരിക്കും, അത് നിങ്ങൾ തുടങ്ങുമ്പോൾ കർത്താവ് പടിപടിയായിട്ട് ആ മേഖലയിൽ ഒരു ഉയർച്ച നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ആശീർവാദത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങുന്നു. ഈ മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമായി തീരട്ടെ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ അനുഭവങ്ങൾ
പല മേഖലകളിലും സംഭവിക്കട്ടെ. കുടുംബജീവിതത്തിൽ തമ്മിലുള്ള ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ. ആമേൻ. ചിലരുടെ ജോലിയുമായുള്ള ബന്ധത്തിൽ അതിനുവേണ്ടിയുള്ള പുതിയ വാതിലുകൾ തുറക്കപ്പെട്ട് നിങ്ങൾക്ക് പുത്തൻ വഴികൾ തുറക്കപ്പെട്ടു. ഇതൊരു റിസഷൻ്റെ സമയമാണ്. പല മേഖലകളിലും, പ്രത്യേകിച്ച് ഈ IT മേഖലയിലൊക്കെ വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. ഒരുപാട് പേർക്ക് ജോലി പോകുന്നുണ്ട്. അങ്ങനെ ഒരു റിസഷൻ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് റിസഷൻ ഇല്ല. നിങ്ങളുടെ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒരു റിസഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. റിസഷനിലൂടെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ജോലി കിട്ടാൻ പ്രയാസമുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാൻ പോകുന്നു. വാതിലുകൾ തുറക്കപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് അത്ഭുതവാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. അങ്ങനെ സഫലതയുടെയും ഫലപുഷ്ടിയുടെയും ഫലസമൃദ്ധിയുടെയും പുതിയ വളർച്ചയുടെയും പുതിയ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെയും മാസമായി തീരട്ടെ മാർച്ച് മാസം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്ങിനെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ ഈ പ്രിയപ്പെട്ടവരിൽ സംഭവിക്കട്ടെ കർത്താവേ. ഇത് ഫലസമൃദ്ധിയുടെ മാസമായി തീരട്ടെ, ഫലപുഷ്ടിയുടെ മാസമായി തീരട്ടെ, ന്യൂ ഗ്രോത്ത്, പുതിയ വളർച്ചയുടെ മാസമായി തീരട്ടെ, പുതിയ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്ന മാസമായി തീരട്ടെ. കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം. അവരുടെ പരീക്ഷകളിൽ അവർക്ക് നല്ല വിജയം കൊടുക്കണം. നല്ലതുപോലെ എക്സാം എഴുതുവാൻ സഹായിക്കണം. പഠിക്കുവാൻ കൃപ കൊടുക്കണം. ശരിയായ തെരഞ്ഞെടുപ്പുകൾ, ആമേൻ. ജീവിതത്തിൽ പ്രത്യേകിച്ചും യൗവനക്കാർ ശരിയായ തെരഞ്ഞെടുപ്പുകൾ, ജീവിതത്തിൽ ഏത് ദിശയിലേക്ക് പോകണമെന്നുള്ള ശരിയായ തെരഞ്ഞെടുപ്പുകൾ അവരിലുണ്ടാകണം കർത്താവേ. അവരുടെ ജീവിതത്തിന് മീനിങ് ആൻഡ് പർപ്പസ് കൊടുക്കണം കർത്താവേ. ആമേൻ. ലക്ഷ്യവും ഉദ്ദേശവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ കർത്താവ് സൂക്ഷിക്കണം. വ്യാകുലതയിൽ ആരും വീണുപോകരുതേ, കടബാധ്യതകളിൽ വീണുപോകരുതേ. ഈ മാസം അവർ പല മേഖലകളിലും ഉയർത്തെഴുന്നേൽക്കട്ടെ. അവരുടെ ആമേൻ ഭൗതിക ആത്മിക മേഖലകളിലെല്ലാം അവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. ഇതൊരു സൗഖ്യത്തിൻ്റെ മാസമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ സർജറികൾ ക്യാൻസലാകട്ടെ. യേശുവിൻ നാമത്തിൽ മരണകരമാകുന്ന രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ കിടക്കകൾ വിട്ടെഴുന്നേറ്റ് വരട്ടെ. സൗഖ്യം, യേശുവിൻ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു, സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ആരുടെയോ ശരീരത്തിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുക. ക്രോണിക് ഡയബറ്റീസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഇവർ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ ശൂന്യതകൾ അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തെ അയക്കണമേ. ധാരാളം കൊടുക്കുന്നവരായി, ഗിവേഴ്സായിട്ട് ഇവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കുന്നവരായി തീരട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അത് അത്ഭുതകരം. ആമേൻ. മാർച്ച് മാസം നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ മാസമാകുന്നു. ഈ സന്ദേശം മറ്റുള്ളവർക്കും പങ്കുവെക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും
എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.